Hi friends, welcome back to our channel Recipe Malbarikas. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വേൾഡ് ഫേമസ് ആയിട്ടുള്ള തലശ്ശേരി ദം ബിരിയാണിയാണ്. അപ്പോൾ ഈ ഒരു ബിരിയാണിനെ നമ്മൾ വേറിട്ട് നിൽക്കുന്നത് ഈ ബിരിയാണിക്ക് ഉപയോഗിക്കുന്ന റൈസ് തന്നെയാണ്. ഇതിന് ഞാൻ ഉപയോഗിക്കുന്നത് ജീരകശാല അരി അല്ലെങ്കിൽ വയനാടൻ കൈമേരിയാണ്. അപ്പോൾ ഇതിൻ്റെ റൈസിൻ്റെ രുചിയും മണമെല്ലാം വേറെ തന്നെയാണ്. അപ്പം നമ്മളെ മലബാർ ഏരിയയിലെല്ലാം കിട്ടുന്ന കല്യാണ വീടുകളിലും കിട്ടുന്ന ബിരിയാണീൻ്റെ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഈ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 1/2 കിലോ ചിക്കനാണ്. അപ്പോൾ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർക്കാം. പിന്നെ 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, പിന്നെ 1 വലിയ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പം ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കണം. അപ്പോൾ തൈര് പുളിയില്ലാത്ത തൈരാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. അപ്പം 2 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂർ നമ്മളൊന്ന് മാറ്റി വെച്ചാൽ കൂടുതൽ നന്നായിരിക്കും. ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. അപ്പം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് മാരിനേറ്റ് വെക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണ് ചെറുനാരങ്ങ നീര് ചേർത്താലും നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളെ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 4 കപ്പ് ജീരകശാല റൈസ് എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളത്തിൽ ഒന്ന് കഴുകിയതിന് ശേഷം ഒന്ന് കുതിർത്ത് വെക്കണം ഒരു 15 മിനിറ്റ്. അപ്പോൾ തലശ്ശേരി ബിരിയാണീനെ വേറിട്ട് നിർത്തുന്നത് തന്നെ ഈ ജീരകശാല റൈസാണ്. ബാക്കി നമ്മൾ ബാസ്മതി അരിയിൽ ഇത് തയ്യാറാക്കിയാൽ കറക്റ്റായിട്ട് വരില്ല. അപ്പം ഇനി 2 സവാള എടുക്കണം. അത് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണം. ബിസ്ത എന്ന് ഇതിന് പറയാം. നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ഉള്ളിക്ക് ബിസ്ത എന്നാണ് പറയുക. അപ്പോൾ നേരിയതായിട്ട് ഈ കാണുന്ന പോലെ നേരിയതായിട്ട് തന്നെ ഈ സവാള ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഉപ്പും 1 ടീസ്പൂണ് പഞ്ചസാരയും ഒന്ന് ചേർത്തതിന് ശേഷം മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഡീപ്പ് ഫ്രൈ ചെയ്താൽ നല്ല ക്രിസ്പിയായിട്ട് കിട്ടുള്ളൂ ഈ സവാള. അപ്പോൾ ഒരു പാത്രം ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഡാൽഡയിൽ അല്ലെങ്കിൽ പശു നെയ്യിലും ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് 2 പ്രാവശ്യമായിട്ട് 2 തവണയായിട്ട് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുമിച്ചിട്ടാൽ ഇത് ക്രിസ്പിയായിട്ട് വരില്ല. അപ്പം ഒന്ന് ഗോൾഡൻ കളറായിട്ട് വരുന്നത് വരെ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റാം. അപ്പോൾ മുഴുവനായിട്ട് ഞാനിപ്പം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ സവാള. ഇനി നമുക്ക് സെയിം ഓയിലിൽ തന്നെ നമുക്ക് മസാല തയ്യാറാക്കി എടുക്കണം. ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 സവാള നേരിയതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. മീഡിയം സവാളയാണെങ്കിൽ 2 മതിയാവും. ചെറുതാണെങ്കിൽ ഒരു 3 സവാളയെങ്കിലും വേണ്ടി വരും. അപ്പോൾ ഇതൊന്ന് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് 1 വലിയ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പം ക്രഷ് ചെയ്തതാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. അപ്പം ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്. അപ്പോൾ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വാടി വരുന്നവരെ തന്നെ ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടി കൂടെ ചേർക്കണം. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സവാള ഒന്ന് ഗോൾഡൻ കളറാകുന്നവരെ വഴറ്റണമെന്നില്ല. ചെറുതായി ഒന്ന് വാടി വരുന്നവരെ ഒന്ന് വഴറ്റിയാൽ മാത്രം മതിയാവും. ഈ മസാല ചേർത്തതിന് ശേഷം ഒന്ന് പച്ചമണം മാറുന്നവരെ തന്നെ ഒന്ന് വഴറ്റിയാൽ മാത്രം മതിയാവും. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക്, അധികം എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ ഞാനിപ്പോൾ ചേർത്തത്. അപ്പോൾ അത് ചേർത്തതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കാം. പച്ചമുളക് നിങ്ങൾ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതേ ഉള്ളൂ. ഇനി 1 തക്കാളി, വലിയ തക്കാളിയാണ് കേട്ടോ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ട് ഉടയണം. അതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ചിക്കൻ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച് കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉള്ളീൻ്റെ ആ ഒരു മസാലയും ചിക്കനെല്ലാം നന്നായിട്ട് മിക്സായിട്ട് വരണം. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം വേവിച്ചെടുക്കണം.
നമ്മൾ ചിക്കനും മസാലയെല്ലാം. അപ്പോൾ അടച്ചു വെച്ചിട്ട് വേവുന്ന അതേ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള റൈസ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ഞാനിപ്പോൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 വലിയ ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കണം. പശു നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർക്കണം. ആദ്യം തന്നെ ഒരു വലിയ കഷ്ണം കറുവാപ്പട്ട, ഒരു കച്ചോലം, 2 ഏലക്ക, പിന്നെ ഒരു ജാതിപത്രി, പിന്നെ വഴനയില ചേർക്കണം. പിന്നെ ഗ്രാമ്പു ഒരു 4 എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൂടെ ഈ ഒരു പശു നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മുഴുവനായിട്ടുള്ള മസാലകൾ ചേർത്തതിന് ശേഷം ഒന്ന് ചൂടാകുന്നവരെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, ഒരു 2 മിനിറ്റ്. അപ്പോൾ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കഴുകിയിട്ട് മാറ്റി വെച്ച നമ്മളെ ജീരകശാല റൈസ് ഉണ്ട്, റൈസ് ചേർത്ത് കൊടുക്കാം. അപ്പം വെള്ളം ഒട്ടും ഇതിനകത്ത് ഉണ്ടാകാൻ പാടില്ല. നമ്മളെ റൈസിൽ ഒന്ന് വെള്ളം നന്നായിട്ട് കളഞ്ഞതിന് ശേഷം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇതൊന്ന് നമുക്ക് ചൂടാക്കി എടുക്കണം. അരി ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 6 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഒരു ഗ്ലാസ്സിന് 1.5 കപ്പ് വെച്ചിട്ട് ഞാനിപ്പോൾ 4 ഗ്ലാസ് എന്നല്ല എടുത്തത്. അതിലേക്ക് 6 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഒഴിച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അടച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് ഇതിനകത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇനി നമ്മൾ മസാല എന്തായെന്ന് നോക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, ചിക്കനെല്ലാം ഒന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മസാല ഒന്ന് തുറന്ന് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് മല്ലിയിലയും പുതിനയിലയാണ്. അപ്പോൾ ചെറുതായി കട്ട് ചെയ്ത മല്ലിയില ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയം ചേർത്താൽ നല്ല ഫ്ലേവർ ആയിരിക്കും ഈ ഒരു മസാലയ്ക്ക്. അപ്പം മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ 1 ടേബിൾ സ്പൂണോളം മതിയാവും കേട്ടോ. അത്രയും പുതിനയില കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ മല്ലിയിലേനെ അത്രയൊന്നും വേണ്ട, പുതിനയില കുറച്ച് മാത്രം മതിയാവും. അപ്പോൾ കൂടുതൽ ചേർത്താൽ ആ ഫ്ലേവറേ മാറിപ്പോവും നമ്മൾ ബിരിയാണീൻ്റെ മസാലയുടെ. അപ്പം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് പതുക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ചേർക്കണം. അപ്പം ബിസ്ത എന്നാണ് ഇതിന് പറയുക, ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിക്ക്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ഇപ്പം 2 സവാള ഫ്രൈ ചെയ്ത് വെച്ചല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു 1/4 ഭാഗം മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള ഉള്ളിയെല്ലാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പം ബാക്കിയുള്ള എല്ലാ സവാള ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് അടച്ച് വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. മസാലയിൽ നിന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമ്മളെ ചോറ് എന്തായെന്ന് നോക്കാം. ചോറിപ്പം നമ്മൾ വേവിക്കാൻ വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം ഒന്ന് കുക്കായെന്ന് നോക്കാം. അപ്പം നന്നായിട്ട് ചോറെല്ലാം നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റായിട്ട് നമ്മളെ നെയ്ച്ചോറെല്ലാം നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ ഇത് വേവിക്കാൻ പ്രത്യേകം നോക്കണം. അപ്പം നമ്മളെ ചോറെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് കാഷ്യൂനട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാഷ്യൂനട്ടും കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പാനിലേക്ക്. അതൊന്ന് ചൂടായതിന് ശേഷം ഒരു 5 മുതൽ 10 കാഷ്യൂനട്ടോളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കിനി ചേർക്കാനുള്ളത് കാഷ്യൂനട്ടാണ്. ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മളെ കാഷ്യൂനട്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ പിടി കിസ്മിസ് ചേർത്ത് കൊടുക്കാം. കിസ്മിസും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് മാറ്റി വെക്കാം. ഇനി നമ്മളെ മസാല ഇപ്പം റെഡി ആയിട്ടുണ്ട്, നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ മസാലയെല്ലാം നല്ല പെർഫെക്റ്റായിട്ട് ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബിരിയാണി ഒന്ന് ദം ചെയ്തെടുക്കണം. അപ്പം തലശ്ശേരി ബിരിയാണി തന്നെ പറയുന്നത് തന്നെ ദം ചെയ്ത ബിരിയാണിയാണ്. അപ്പോൾ ഒരു നല്ല ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ മസാല ഒന്ന് നിരത്തി കൊടുക്കാം. ഒരു 2-3 വലിയ സ്പൂണ് മസാല ചേർത്താൽ മതിയാവും അടിയിൽ താഴെയുള്ള ഭാഗത്ത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ വേവിച്ച് വെച്ച നെയ്ച്ചോറ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പകുതി ഭാഗം മാത്രം ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാവും. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച നെയ്ച്ചോറിൻ്റെ പകുതി ഭാഗം നമ്മളിപ്പം ചേർത്ത് കൊടുക്കാം ഈ ഒരു മസാലേൻ്റെ മുകളിലായിട്ട്. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ചോറ് ചേർത്തതിന് ശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കാഷ്യൂനട്ടും കിസ്മിസും നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ബിസ്തയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് മല്ലിയിലയും ചെറുതായി കട്ട് ചെയ്ത് കുറച്ച് പുതിനയിലും കൂടെ ചേർക്കാം. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് കുറച്ച് മസാലയും ചേർത്തതിന് ശേഷം നമുക്ക്
ബാക്കിയുള്ള മസാലയും ചേർത്തതിന് ശേഷം ഇതിൻ്റെ മേളിൽ റൈസും കൂടെ ചേർക്കാം. ഇപ്പോൾ റൈസെല്ലാം മുഴുവനായിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ടേബിൾ സ്പൂണോളം റോസ് വാട്ടറിൽ കുറച്ച് മഞ്ഞൾ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് മേളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കാഷ്യൂനട്ടും കിസ്മിസും ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു ഉള്ളിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ദം ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് മേളിൽ കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടെ ചേർത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് നമുക്ക് ദം ചെയ്തെടുക്കാം. അപ്പോൾ മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് അടച്ച് വെച്ച് നല്ല ടൈറ്റായിട്ടുള്ള ഏതെങ്കിലും മൂടി ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഈ ബിരിയാണി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് ദം ചെയ്തെടുക്കാം. അടിവശത്ത് ഏതെങ്കിലും ദോശക്കല്ലോ അല്ലെങ്കിൽ ചൂടുകട്ടിയിൽ ഏതെങ്കിലും പാത്രം വെച്ചതിന് ശേഷം മുകളിലേക്ക് ഈ ഒരു പാത്രം വെച്ചിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റോളം ഇതൊന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സുന്ദരമായിട്ടുള്ള നമ്മുടെ തലശ്ശേരി ബിരിയാണി ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബിരിയാണി ഞാൻ സെർവ് ചെയ്യുന്നത് തേങ്ങാ ചമ്മന്തിയോടൊപ്പം ഡേയ്സ് അച്ചാറിൻ്റെ കൂടെയും ചള്ളാസിൻ്റെ കൂടെയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നമ്മുടെ തലശ്ശേരി ബിരിയാണി. കൂടാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് പ്രത്യേകം മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ.